ഇത് വെറുമൊരു കഥയല്ല. ലോകചരിത്രത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച, ഏറ്റവും ആദരണീയനായ ഒരു വ്യക്തിയുടെ ചരിത്രമാണ്. ഇതൊരു കെട്ടുകഥയല്ല. അദ്ദേഹം അനാഥനായി ജനിച്ചു, നിശബ്ദനായി ജീവിച്ചു, ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് നടന്നു, പരിഹസിക്കപ്പെട്ടു, വെറുക്കപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു. എന്നാൽ തന്റെ കയ്യിൽ സത്യമല്ലാതെ മറ്റൊന്നുമില്ലാതെ ലോകത്തെ മുഴുവൻ എന്നേക്കുമായി മാറ്റിമറിച്ച ഒരു മനുഷ്യന്റെ യഥാർത്ഥ ചരിത്രമാണിത്. സമ്പത്തോ സൈന്യമോ മാധ്യമങ്ങളോ സർക്കാരോ ഇല്ലാതിരുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം. എന്നിട്ടും അദ്ദേഹം കീഴടക്കി ദേശങ്ങളെയല്ല, ഹൃദയങ്ങളെ. അദ്ദേഹം അടരാടി, മനുഷ്യരോടല്ല, അജ്ഞതയോട്. അദ്ദേഹം ഇരുട്ടിനെ തോൽപ്പിച്ചു, അക്രമം കൊണ്ടല്ല, ക്ഷമ കൊണ്ടും ദയാവായ്പ കൊണ്ടും സൽസ്വഭാവം കൊണ്ടും. ഭൂമിയിൽ മറ്റേതൊരു പേരിനേക്കാളും അദ്ദേഹത്തിന്റെ പേര് സംസാരിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കോടിക്കണക്കിന് ആളുകൾ പിന്തുടരുന്നു. ഇന്നും 1400 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിന്റെ സന്ദേശം ഇപ്പോഴും ഭൂഗ്രഹത്തിന്റെ എല്ലാ കോണുകളിലും പ്രതിധ്വനിക്കുന്നു. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ്. പക്ഷേ ഈ കഥ ഒരു മതത്തെക്കുറിച്ച് മാത്രമുള്ളതല്ല. ഇത് പോരാട്ടത്തിന്റെയും വേദനയുടെയും തിരസ്കരണത്തിന്റെയും വഞ്ചനയുടെയും വിജയത്തിന്റെയും ചരിത്രമാണ്. ലോകം മുഴുവൻ എതിർത്തപ്പോഴും സ്നേഹവും സത്യവും ഒരിക്കലും ഉപേക്ഷിക്കാതെ ലോകത്തെ മാറ്റിമറിച്ച ഒരു മനുഷ്യന്റെ ചരിത്രം. അവസാനം വരെയും ഈ ചരിത്രം ശ്രദ്ധിച്ചാൽ അത് നിങ്ങളെ പ്രചോദിപ്പിക്കും. നിങ്ങൾക്ക് കൂടുതൽ സമാധാനം തോന്നും. നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന ശക്തമായ പാഠങ്ങൾ അത് നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ ആര് തന്നെ ആയാലും, നിങ്ങൾ എവിടെ നിന്ന് വന്നവരാണെങ്കിലും, അതിനാൽ ദീർഘമായൊന്ന് നിശ്വസിക്കുക. എന്നിട്ട് തുറന്ന ഹൃദയത്തോടെ ഇരിക്കുക. ഇതുവരെ കേട്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ചരിത്ര സാക്ഷ്യത്തിന് തയ്യാറാകുക. ഇവിടെ ആരംഭിക്കട്ടെ. ഒന്നാം ഭാഗം: ഇരുട്ടകറ്റാൻ ഒരു പ്രകാശത്തിന്റെ ജനനം. നമുക്ക് പിന്നോട്ടൊന്നു പോകാം. 100 വർഷമല്ല, 1400-ലധികം വർഷങ്ങൾക്ക് മുമ്പ്, AD 570-ൽ. അന്ന് ലോകം സമാധാനപരമായിരുന്നില്ല. ഇരുട്ട് നിറഞ്ഞതായിരുന്നു. ആളുകൾ കല്ല്, മരം എന്നിവ കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു. ഈത്തപ്പഴത്തെ പോലും അവർ ആരാധിച്ചിരുന്നു. പിന്നീട് വിശക്കുമ്പോൾ അവ തന്നെ ഭക്ഷിച്ചിരുന്നു. സ്ത്രീകൾക്ക് ഒരു മൂല്യവുമില്ലായിരുന്നു. പെൺകുഞ്ഞുങ്ങളെ പലപ്പോഴും സ്വന്തം പിതാക്കന്മാർ തന്നെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്നു. മനുഷ്യാവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. ദരിദ്രരെ അടിച്ചമർത്തിയിരുന്നു. അടിമകളെ പീഡിപ്പിച്ചിരുന്നു. സമ്പന്നർ ക്രൂരന്മാരായിരുന്നു. യുദ്ധങ്ങൾ സാധാരണമായിരുന്നു. പ്രതികാരത്തിനും അഹങ്കാരത്തിനും ഗോത്രങ്ങൾക്കും വേണ്ടി ആളുകൾ പരസ്പരം പോരാടിയിരുന്നു. സത്യം അപൂർവമായിരുന്നു. നുണകൾ സാധാരണമായിരുന്നു. വഞ്ചന, കൊലപാതകം, മദ്യപാനം, ചൂഷണം എന്നിവ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഈ ഇരുട്ടിന്റെ നടുവിൽ വിശുദ്ധ നഗരമായ മക്കയിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ഒരു തിങ്കളാഴ്ച രാവിലെ, റബീഉൽ അവ്വൽ മാസത്തിൽ. അവന്റെ പേരായിരുന്നു മുഹമ്മദ് ഇബ്നു അബ്ദുള്ള. എന്നാൽ സ്നേഹനിധിയായ ഒരു പിതാവിനെ അവൻ കണ്ടില്ല. കാരണം പിതാവ് അബ്ദുള്ള അവന്റെ ജനനത്തിനു മുമ്പ് തന്നെ മരിച്ചിരുന്നു. അതെ, അവൻ അനാഥനായി ജനിച്ചു. അവന്റെ മാതാവ് ആമിന. അവൾ ഹൃദയം തകർന്നിരുന്നു, പക്ഷേ ശക്തിയായിരുന്നു. അവൾ തന്റെ കുഞ്ഞിന് വസ്ത്രം ധരിപ്പിച്ചു മുഹമ്മദ് എന്ന് പേരിട്ടു. അതായത് പ്രശംസിക്കപ്പെട്ടവൻ. ചുറ്റുമുള്ള ആളുകൾ ചോദിച്ചു, എന്തുകൊണ്ട് അവന് അവന്റെ പിതാവിന്റെ പേര് നൽകിക്കൂടാ? അവൾ മറുപടി പറഞ്ഞു, ഭൂമിയിലുള്ള ആളുകൾ മാത്രമല്ല, സ്വർഗത്തിലുള്ളവരും അവനെ പ്രശംസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ആ ഒരു വാചകം ഒരു പ്രവചനമായി മാറുകയായിരുന്നു. ആദ്യത്തെ കുറച്ചു വർഷങ്ങൾ മരുഭൂമിയിൽ ഹലീമ എന്ന ദയാലുവായ സ്ത്രീയാണ് കുഞ്ഞു മുഹമ്മദിനെ വളർത്തുന്നത്. ശുദ്ധമായ മരുഭൂമിയിൽ ജീവിച്ച് ശക്തിയും ഭാഷയും ആരോഗ്യവും വളർത്തപ്പെടാൻ കുഞ്ഞുങ്ങളെ മൂല്യം നിശ്ചയിച്ച് വിട്ടുകൊടുക്കൽ അറബ് സംസ്കാരത്തിൽ ഒരു പാരമ്പര്യമായിരുന്നു. മുഹമ്മദ് തന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഹലീമയുടെ ജീവിതം എന്നേക്കുമായി മാറി. അവളുടെ ആടുകൾ അകിടുകൾ നിറഞ്ഞു. അവളുടെ മൃഗങ്ങൾ കൂടുതൽ പുഷ്ടിപ്പെട്ടു. അവളുടെ വീട് അനുഗ്രഹിക്കപ്പെട്ടതായി തോന്നി. പിന്നീടൊരിക്കൽ ഹലീമ പറഞ്ഞു, ഈ കുട്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതുപോലുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് മുമ്പൊരിക്കലും ലഭിച്ചിട്ടില്ല. നിശ്ചയിക്കപ്പെട്ട 2 വർഷങ്ങൾക്ക് ശേഷം അവൻ മാതാവ് ആമിനയുടെ അടുത്തേക്ക് മടങ്ങി. ഒരിക്കൽ അവന് വെറും 6 വയസ്സുള്ളപ്പോൾ മാതാവ് അവനെ പിതാവിന്റെ ഖബർ സന്ദർശിക്കാൻ ഒരു യാത്രയിൽ കൊണ്ടുപോയി. തിരിച്ചു വരുന്ന വഴിയിൽ അവൾ രോഗബാധിതയായി അബവ എന്ന ഗ്രാമത്തിൽ വെച്ച് വീട്ടിൽ നിന്ന് വളരെ അകലെ മരണപ്പെടുന്നു. കുഞ്ഞായ മുഹമ്മദ് ലോകത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ഇപ്പോൾ അവന് 6 വയസ്സു മാത്രം. പിതാവില്ല, മാതാവില്ല, ഹൃദയവേദന മാത്രം, നിശബ്ദത മാത്രം. പക്ഷേ അവൻ പരാതിപ്പെട്ടില്ല. അവൻ ലോകത്തോട് കരഞ്ഞില്ല. ഒരു കുഞ്ഞും വഹിക്കാൻ പാടില്ലാത്ത ഒരു സങ്കടം വഹിച്ചുകൊണ്ട് അവൻ മാന്യതയോടെ നിശബ്ദനായി നടന്നു. മാതാവിന്റെ മരണശേഷം മുഹമ്മദിനെ മുത്തച്ഛനായ മക്കയിലെ ആദരണീയനായ നേതാവ് അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തു. എന്നാൽ 2 വർഷത്തിന് ശേഷം അദ്ദേഹവും മരണപ്പെട്ടു. ഇപ്പോൾ 8 വയസ്സായ മുഹമ്മദ് പിതൃ സഹോദരനായ അബൂതാലിബിന്റെ പക്കൽ എത്തി. സ്വന്തമായി തന്നെ ധാരാളം മക്കളുള്ള ഒരു ദരിദ്രനായിരുന്നു അദ്ദേഹം. എന്നാൽ എല്ലാവരെക്കാളും മുഹമ്മദിനെ അദ്ദേഹം സ്നേഹിച്ചു. അബൂതാലിബ് മുഹമ്മദിനെ ഒരു മകനെപ്പോലെ വളർത്തി. അദ്ദേഹം അവനെ സംരക്ഷിച്ചു, പഠിപ്പിച്ചു, എപ്പോഴും അവനോടൊപ്പം നിന്നു. കുട്ടിക്കാലത്ത് പോലും മുഹമ്മദ് വ്യത്യസ്തനായിരുന്നു. അദ്ദേഹം ഒരിക്കലും കള്ളം പറഞ്ഞില്ല, ഒരിക്കലും നിലവിളിച്ചില്ല, മറ്റുള്ളവരെ വേദനിപ്പിച്ചില്ല, ദരിദ്രരെ സഹായിച്ചു, സ്വന്തം വസ്ത്രങ്ങൾ വൃത്തിയാക്കി, തനിക്കുള്ളതെല്ലാം അദ്ദേഹം പങ്കിട്ടു. ചുറ്റുമുള്ള ആളുകൾ അദ്ദേഹത്തെ അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്ന് വിളിക്കാൻ തുടങ്ങി. സത്യസന്ധത, ദയ, വിനയം എന്നിവക്ക് മുഹമ്മദ് പേര് കേട്ടവനായി തീർന്നു. ആടുകളെ പരിപാലിക്കുന്ന ഒരു ഇടയനായി അദ്ദേഹം ജോലി ചെയ്തു. ക്ഷമയും സൗമ്യതയും ശാന്തതയും ആവശ്യമുള്ള ഒരു ജോലിയായിരുന്നു ആടുമേക്കൽ. പിന്നീട് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും സമ്മതിച്ചു, മുഹമ്മദിനേക്കാൾ സത്യസന്ധനും ദയയുള്ളവനും മാന്യനുമായ ഒരു മനുഷ്യനെ നാം കണ്ടിട്ടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ ഒരു യുവാവായി വളർന്നിരിക്കുന്നു. അദ്ദേഹത്തിന് സമ്പന്നമായ ഒരു കുടുംബമില്ലായിരുന്നു, ശക്തമായ സ്ഥാനപ്പേരില്ലായിരുന്നു, ദാസന്മാരുമില്ലായിരുന്നു. എന്നാൽ അതിനേക്കാളെല്ലാം മഹത്തായ എന്തോ ഒന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്വഭാവ ഗുണമുണ്ടായിരുന്നു. അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. അദ്ദേഹം സൗമ്യനായി നടന്നു. ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല, ഒരിക്കലും വഞ്ചിച്ചിട്ടില്ല, ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. ആളുകൾ അവരുടെ രഹസ്യങ്ങൾ, ബിസിനസ്, ഹൃദയരഹസ്യം എന്നിവ അദ്ദേഹത്തെ വിശ്വസിച്ചേൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ മതത്തിൽ വിശ്വസിക്കാതിരുന്ന ആളുകൾ പോലും പിന്നീട് പറഞ്ഞു, മുഹമ്മദിനേക്കാൾ സത്യസന്ധനായ ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 25 വയസ്സായിരിക്കുന്നു. ഇപ്പോഴും അവിവാഹിതനാണ്. ഇപ്പോഴും ചെറിയ ജോലികൾ ചെയ്യുന്നു. അക്കാലത്ത് മക്കയിലെ പ്രധാന ജോലികളിൽ ഒന്ന് വ്യാപാരമായിരുന്നു. ഒരു നഗരത്തിൽ നിന്ന്
സാധനങ്ങൾ വാങ്ങി മറ്റൊരു നഗരത്തിൽ വിൽക്കുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാപാരിയായി ജോലി ചെയ്യാൻ തുടങ്ങി. സാധനങ്ങൾ വിൽക്കുന്നു, വ്യാപാര സംഘങ്ങളെ കൈകാര്യം ചെയ്യുന്നു. സത്യസന്ധതയോടും വൈദഗ്ധ്യത്തോടും കൂടി വ്യാപാരം നടത്താൻ മറ്റുള്ളവരെ സഹായിക്കുന്നു. ഒരു ദിവസം ഖദീജ എന്ന ധനികയായ സ്ത്രീ മുഹമ്മദിന്റെ സത്യസന്ധതയെക്കുറിച്ച് കേട്ടു. അവൾ ഒരു വിധവയായിരുന്നു. ജ്ഞാനിയും ശക്തയും ബഹുമാന്യയും ആയിരുന്നു. കള്ളം പറയുകയോ വ്യാപാരത്തിൽ വഞ്ചിക്കുകയോ ചെയ്യുന്ന പുരുഷന്മാരെ തന്റെ വ്യാപാരത്തിൽ നിയമിക്കുന്നതിൽ അവൾ ഏറെ മടുത്തിരുന്നു. ആരോ അവളോട് പറഞ്ഞു, മുഹമ്മദിനെ നിയമിക്കുക, അദ്ദേഹം സത്യസന്ധനും മിടുക്കനുമാണ്. അദ്ദേഹം ഒരിക്കലും കള്ളം പറയുന്നില്ല. ഖദീജ മുഹമ്മദിന് ഒരു സന്ദേശം അയച്ചു. എന്റെ വ്യാപാര ചരക്കുകൾ സിറിയയിൽ കൊണ്ടുപോയി വിൽക്കുമോ? അദ്ദേഹം സമ്മതിച്ചു. അവൻ വേലക്കാരനായ മൈസറയോടൊപ്പം യാത്ര ചെയ്യുകയും വ്യാപാരം കൈകാര്യം ചെയ്യുകയും ചെയ്തു. തിരിച്ചെത്തിയപ്പോൾ ഖദീജക്ക് ഒരു വിചിത്രമായ കാര്യം മനസ്സിലായി. അയാൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഏതൊരു പുരുഷനേക്കാളും കൂടുതൽ ലാഭം മുഹമ്മദ് തിരികെ കൊണ്ടുവന്നിരുന്നു. എന്നാൽ അതിലുപരി മുഹമ്മദ് തനിക്കായി അധികമൊന്നും സൂക്ഷിച്ചില്ല. മുഹമ്മദ് കൂടുതലൊന്നും ആവശ്യപ്പെട്ടില്ല. കച്ചവടത്തെക്കുറിച്ച് കള്ളം പറഞ്ഞില്ല. എല്ലാ പണവും പൂർണ്ണ സത്യസന്ധതയോടെ തിരിച്ചു നൽകി. അവളുടെ വേലക്കാരനായ മൈസറ പറഞ്ഞു, ഈ മനുഷ്യൻ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ആരെയും പോലെയല്ല. അയാൾ സ്ത്രീകളെ നോക്കാറില്ല. അയാൾ ഒരിക്കലും ശബ്ദം ഉയർത്താറില്ല. അയാൾ നിശബ്ദമായി പ്രശംസിക്കുന്നു. അയാൾ ആളുകളോട് കരുണയോടെ പെരുമാറുന്നു, അപരിചിതരെയും അടിമകളെപ്പോലും. ആ വാക്കുകൾ ഖദീജയെ സ്പർശിച്ചു. മുഹമ്മദിന്റെ ധനത്തെയല്ല, മറിച്ച് മുഹമ്മദിന്റെ ആത്മാവിനെ തന്നെ. ഖദീജക്ക് ഏകദേശം 40 വയസ്സായിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏകദേശം 25 വയസ്സായിരുന്നു. ഖദീജ പ്രായമായിട്ടും നിരവധി ധനികരായ പുരുഷന്മാർ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടിട്ടും അതെല്ലാം നിരസിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഖദീജ ഒരു സുഹൃത്ത് വഴി നിശബ്ദ സന്ദേശം അയച്ചു. എന്നെപ്പോലുള്ള ഒരു സ്ത്രീയിൽ നിന്ന് വിവാഹാലോചന മുഹമ്മദ് സ്വീകരിക്കുമോ? ഇത് കേട്ടപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ സമ്മതിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം അബൂതാലിബിന്റെ അടുത്തെത്തി ഉപദേശം ചോദിച്ചു. അബൂതാലിബ് പറഞ്ഞു, ഖദീജ മാന്യയാണ്, അവർ പരിശുദ്ധയാണ്. മുഹമ്മദ് നിന്റെ സ്വഭാവത്തെയാണ് ഖദീജ തിരഞ്ഞെടുത്തത്. സമ്മതിക്കുകയാണെങ്കിൽ വിവാഹം ഞാൻ ക്രമീകരിക്കാം. അങ്ങനെ സംഭവിച്ചു. ലളിതമായ ഒരു മനോഹരമായ ചടങ്ങിൽ അവർ വിവാഹിതരായി. ആഡംബര പ്രകടനങ്ങളില്ല, ശബ്ദഘോഷങ്ങളില്ല, സ്നേഹവും ബഹുമാനവും വിശുദ്ധിയും മുൻനിർത്തിയുള്ള വിവാഹം. ഇത് വെറുമൊരു വിവാഹമായിരുന്നില്ല, അതൊരു പങ്കാളിത്തമായിരുന്നു, ഒരു സൗഹൃദമായിരുന്നു. ക്രൂരത നിറഞ്ഞ ഒരു ലോകത്ത് 2 മാന്യാത്മാക്കൾക്ക് പരസ്പരം ഒരു അഭയം. അവർ സ്നേഹത്തോടെ, ചിരിയോടെ, വേദനയോടെ, ക്ഷമയോടെ ഒരുമിച്ച് ജീവിച്ചു. 25 വർഷം അവർ പരസ്പരം വിശ്വസ്തത പുലർത്തി. മുഹമ്മദിൽ വിശ്വസിച്ച ആദ്യ വ്യക്തി അവളായിരുന്നു. അത് അവന്റെ ഹൃദയത്തിന് സ്ഥൈര്യം നൽകി. ലോകം മുഴുവൻ പിന്നീട് അവനെതിരെ തിരിഞ്ഞപ്പോൾ അവനെ പിന്തുണച്ച ആദ്യ വ്യക്തിയും അവളായിരുന്നു. അവർക്ക് കുട്ടികളുണ്ടായിരുന്നു. ചിലർ ജീവിച്ചു, ചിലർ ചെറുപ്പത്തിൽ മരിച്ചു. അവരുടെ മകൻ ഖാസിം കുട്ടിക്കാലത്ത് മരിച്ചു. ഫാത്തിമ ഉൾപ്പെടെ പെൺമക്കൾ അതിജീവിച്ചു. ഖദീജ ജീവിച്ചിരിക്കുമ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചില്ല, ഒരിക്കൽ പോലും. അക്കാലത്ത് ഇത് അപൂർവമായിരുന്നു. പക്ഷേ അത് അവർ തമ്മിലുണ്ടായിരുന്ന
ആഴമായ സ്നേഹവും വിശ്വസ്തതയും കാണിക്കുന്നു. അവരുടെ മരണശേഷവും അദ്ദേഹം അവളെ പരാമർശിക്കുന്നത് നിർത്തിയില്ല. മറ്റാരും വിശ്വസിച്ചിട്ടില്ലാതിരുന്നപ്പോൾ അവൾ എന്നെ വിശ്വസിച്ചു. അതാണ് യഥാർത്ഥ സ്നേഹം. ഇപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 30കളുടെ അവസാനത്തിലെത്തിയിരിക്കുന്നു. അദ്ദേഹം മക്കയിൽ ശാന്തമായി ജീവിച്ചു. അപ്പോഴും അൽ അമീൻ എന്നറിയപ്പെടുന്നു. ചുറ്റുമുള്ള ലോകം കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. ആളുകൾ കല്ലും സ്വർണവും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അവർ കഅബയെ വലം വെച്ചു. പക്ഷേ ദൈവത്തിനു വേണ്ടിയല്ല, അഭിമാനത്തിനും ഗോത്രമഹിമക്കും വേണ്ടി മാത്രം. അടിമകളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്നു. ദരിദ്രർ പട്ടിണിയിലായിരുന്നു. സമ്പന്നർ ആഘോഷരാവുകളിൽ ആറാടുകയായിരുന്നു. നീതിയില്ല, കരുണയില്ല, സത്യമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളിൽ ആഴത്തിലുള്ള വേദന അനുഭവിച്ചിരുന്നു. നൂർ പർവ്വതത്തിലെ ഹിറ എന്ന ഒരു ചെറിയ ഗുഹയിലേക്ക് അദ്ദേഹം ഒറ്റയ്ക്ക് നടക്കുമായിരുന്നു. നഗരത്തിന് പുറത്ത് മണിക്കൂറുകളോളം അദ്ദേഹം അവിടെ ഇരിക്കുമായിരുന്നു. ചിലപ്പോൾ ദിവസങ്ങളോളം. എല്ലാം സൃഷ്ടിച്ചവനെപ്പറ്റി ചിന്തിക്കുന്നു, കരയുന്നു, പ്രാർത്ഥിക്കുന്നു, ചോദിക്കുന്നു. സത്യമെവിടെ? അവന് ഒരു ഗുരുനാഥനും ഉണ്ടായിരുന്നില്ല. പുസ്തകങ്ങളില്ല, പുരോഹിതനുമില്ല. പക്ഷേ ശുദ്ധമായ ഒരു ഹൃദയവും ഒരിക്കലും തിന്മയെ അംഗീകരിക്കാത്ത മനസ്സും ഉണ്ടായിരുന്നു. ഒരിക്കൽ അത് സംഭവിച്ചു. ചരിത്രത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന ഒന്ന്, ആരും പ്രതീക്ഷിക്കാത്ത ഒന്ന്. അദ്ദേഹത്തിന് ഇപ്പോൾ 40 വയസ്സായി. അദ്ദേഹം വീണ്ടും ഹിറാ ഗുഹയിലേക്ക് പോയി. ഒറ്റയ്ക്ക്, നിശബ്ദമായിരുന്നു. ഇരുട്ടായിരുന്നു. ആഴത്തിലുള്ള ചിന്തയിലായിരുന്നു. പെട്ടെന്ന് ഒരു ശോഭയുള്ള വെളിച്ചം കണ്ടു. ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം പറയുന്നു, നീ വായിക്കുക. മുഹമ്മദ് ഭയപ്പെട്ടു. അദ്ദേഹം മറുപടി പറഞ്ഞു, എനിക്ക് വായിക്കാൻ കഴിയില്ല. വീണ്ടും ശബ്ദം പറയുന്നു, നീ വായിക്കുക. അദ്ദേഹം ആവർത്തിച്ചു, എനിക്ക് വായിക്കാൻ കഴിയില്ല. മൂന്നാം തവണ ആ ശബ്ദം പറഞ്ഞു, നീ വായിക്കുക. സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ. അത് ജിബ്രീൽ മാലാഖയായിരുന്നു. അദ്ദേഹത്തിന് മുമ്പുള്ള മറ്റ് പ്രവാചകന്മാരുടെ അടുത്തേക്ക് വന്ന അതേ മാലാഖ. അത് ഏതൊരു മനുഷ്യനും നൽകിയിട്ടുള്ളതിൽ വെച്ചേറ്റവും വലിയ ഒരു ദൗത്യത്തിന്റെ തുടക്കമായിരുന്നു. മനുഷ്യരാശിയെ നയിക്കുക, സത്യം പ്രചരിപ്പിക്കുക, മനുഷ്യരുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കുക, അസത്യം നശിപ്പിക്കുക, ദരിദ്രർക്ക് വേണ്ടി സംസാരിക്കുക, ദുർബലരെ സംരക്ഷിക്കുക. അത് സമാധാനം പഠിപ്പിക്കാൻ, അത് ഇസ്ലാം പഠിപ്പിക്കാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിറക്കുകയായിരുന്നു. അദ്ദേഹം ഖദീജയുടെ വീട്ടിലേക്ക് ഓടി. അദ്ദേഹം കരഞ്ഞു, എന്നെ പുതപ്പിട്ടു മൂടൂ, എന്നെ പുതപ്പിട്ടു മൂടൂ. ഖദീജ മുഹമ്മദ് അവളോട് എല്ലാം പറഞ്ഞു. അവൾ ചിരിച്ചുവോ അവൾ കരഞ്ഞുവോ അറിയില്ല. ഖദീജ മുഹമ്മദിനെ ചേർത്തു പിടിച്ചു. അവൾ പറഞ്ഞു, അല്ലാഹുവാണ് സത്യം. അവൻ നിന്നെ ഒരിക്കലും അപമാനിക്കുകയില്ല. നീ ദരിദ്രരെ പരിപാലിക്കുന്നു, നീ ആശ്രിതരെ സഹായിക്കുന്നു, നീ സത്യം പറയുന്നു, നീ മറ്റുള്ളവരുടെ ഭാരങ്ങൾ വഹിക്കുന്നു. അല്ലാഹു നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഇത് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ദിവസമായിരുന്നു. പക്ഷേ ലോകം മുഹമ്മദിനെ എളുപ്പത്തിൽ സ്വാഗതം ചെയ്യില്ല. വരാനിരിക്കുന്നത് ഏതൊരു മനുഷ്യനും നേരിടാനാവാത്ത ഏറ്റവും കഠിനമായ പരീക്ഷണമായിരുന്നു. സുഹൃത്തുക്കളെ നഷ്ടപ്പെടും, ആക്രമിക്കപ്പെടും, ബഹിഷ്കരിക്കപ്പെടും, പരിഹസിക്കപ്പെടും, വീണ്ടും വീണ്ടും വേദനിക്കപ്പെടും. പക്ഷേ മുഹമ്മദിന് ഇനി ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ഇപ്പോൾ അവൻ അനാഥനായ മുഹമ്മദ് മാത്രമല്ല,
അവൻ അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദ് ആയിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാഗം 2. ആദ്യ വിശ്വാസികൾ, നിശബ്ദ പോരാട്ടങ്ങൾ, തുടർന്നുണ്ടായ പ്രതിബന്ധങ്ങൾ. സത്യസന്ദേശം ആരംഭിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ ഒരു മനുഷ്യന് നൽകിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദേശങ്ങൾ ഭരിക്കാനല്ല, സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാനല്ല, മറിച്ച് ഹൃദയങ്ങളെ പരിവർത്തിപ്പിക്കാൻ, ആത്മാക്കളെ ശുദ്ധീകരിക്കാൻ, മനുഷ്യരാശിയെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ. കാരണം സന്ദേശങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിലും ചുറ്റുമുള്ള ലോകം അപ്പോഴും അന്ധമായിരുന്നു. ആ ഗുഹയിൽ എന്താണ് സംഭവിച്ചതെന്ന് മറ്റാർക്കും അറിയില്ലായിരുന്നു. മാലാഖയുടെ ശബ്ദം മറ്റാരും കേട്ടിരുന്നില്ല. താൻ വഹിക്കുന്ന ഭാരം മറ്റാർക്കും അനുഭവപ്പെട്ടില്ല. ദിവസങ്ങളോളം, ആഴ്ചകളോളം അദ്ദേഹത്തിന് മൗനമായിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുലനായി കാത്തിരുന്നു. അതെ, ഒരു ദിവസം ആ രണ്ടാമത്തെ സന്ദേശം വന്നെത്തി. വ്യക്തമായ കൽപ്പന: ഓ മൂടപ്പെട്ടവനെ, എഴുന്നേറ്റ് നിന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക. സ്വയം ശുദ്ധീകരിക്കുക. തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുക. നിന്റെ നാഥനു വേണ്ടി ക്ഷമ കാണിക്കുക. ഇതായിരുന്നു ആ കൽപ്പന. ഇനി മിണ്ടാതിരിക്കാൻ കഴിയില്ല. ദൗത്യം ആരംഭിക്കുന്നു. ലോകത്തിൽ മറ്റാരെക്കാളും താൻ വിശ്വസിച്ചിരുന്ന ഒരാളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഖദീജയുടെ. ഖദീജ ഉടൻ വിശ്വസിച്ചു. അവൾ അത്ഭുതങ്ങൾ ആവശ്യപ്പെട്ടില്ല. അവൾ തെളിവ് ആഗ്രഹിച്ചില്ല. മുഹമ്മദിന്റെ സത്യം അവൾക്കറിയാമായിരുന്നു. ലോക ചരിത്രത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം അംഗീകരിച്ച ആദ്യത്തെ മുസ്ലിം ഖദീജ റളിയല്ലാഹു അൻഹ. രണ്ടാമതായി പിതൃപ്രിയപുത്രൻ 10 വയസ്സ് പ്രായമുണ്ടായിരുന്ന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് അലി കണ്ടു. അതെന്താണ്? അവൻ ചോദിച്ചു. പ്രവാചകൻ വിശദീകരിച്ചപ്പോൾ അലി പറഞ്ഞു, ഇതാണ് സത്യം. ഞാൻ ഇത് പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ വിശ്വാസി സെയ്ദ് ഇബ്നു ഹാരിസ ആയിരുന്നു. പ്രവാചകന്റെ ദത്തുപുത്രൻ. മുൻ അടിമ. ഒരിക്കൽ തട്ടിക്കൊണ്ടുപോയി വിൽക്കപ്പെടുകയും മക്കയിലേക്ക് തിരികെ കൊണ്ടുവരികപ്പെടുകയും ചെയ്ത ഒരു യുവാവ്. മുഹമ്മദിനെ ഹാരിസ പിതാവിനെ പോലെ സ്നേഹിച്ചു. തുടർന്ന് വന്നു പ്രവാചകന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ, ദയാലുവും ജ്ഞാനിയും വളരെ ബഹുമാന്യനുമായ മനുഷ്യൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം കൂടുതൽ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. ഉസ്മാൻ ഇബ്ൻ അഫ്ഫാൻ, അബ്ദുറഹ്മാൻ ഇബ്ൻ ഔഫ്, ത്വൽഹ, സുബൈർ ഇബ്നുൽ അവ്വാം, സഅദ് ഇബ്ൻ അബി വഖാസ്. ഇവർ വെറും അനുയായികൾ മാത്രമായിരുന്നില്ല. ഒരു ദിവസം അവർ ഇസ്ലാമിന്റെ തേരാളികളും രാഷ്ട്രത്തിന്റെ നേതാക്കളും പ്രവാചകന്റെ ഏറ്റവും അടുത്ത കൂട്ടാളികളുമായി മാറുകയായിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ അത് ഇപ്പോഴും ഒരു രഹസ്യമായിരുന്നു. പ്രവാചകൻ ചെറിയ ഗ്രൂപ്പുകളായി നിശബ്ദമായി ആളുകളെ പഠിപ്പിക്കാൻ തുടങ്ങി. ചിലപ്പോൾ വീടുകളിലും ചിലപ്പോൾ മക്കയുടെ രഹസ്യ കോണുകളിലും. 3 വർഷത്തേക്ക് സന്ദേശം സ്വകാര്യമായിരുന്നു. പ്രസംഗങ്ങളില്ല, പരസ്യ ആഹ്വാനങ്ങളില്ല, തുറന്ന വെല്ലുവിളിയില്ല. കാരണം ലോകം തയ്യാറായിരുന്നില്ല. മക്കയിൽ ജനസമൂഹം വിഗ്രഹങ്ങളിലും ഗോത്രവർഗങ്ങൾക്കിടയിൽ ശക്തി പരീക്ഷണങ്ങളിലും ജയപരാജയങ്ങളിലും വ്യാപരിക്കപ്പെട്ടവരായിരുന്നു. ഇസ്ലാമിന്റെ സന്ദേശം നേർ വിപരീതമായിരുന്നു. ഒരു ദൈവം, 100 കണക്കിന് അല്ല. സമത്വം, ഒരാൾ മറ്റൊരാളെക്കാൾ മികച്ചവനല്ല. അവരുടെ തൊലിയുടെ നിറമോ ഗോത്രത്തിന്റെ പെരുമയോ സമ്പത്തിന്റെ ഏറ്റക്കുറച്ചിലുകളോ എന്തു തന്നെ ആയാലും കാരുണ്യം പ്രതികാരമല്ല. നീതി ക്രൂരതയല്ല. സത്യം
പാരമ്പര്യമല്ല. പ്രവാചകന് അറിയാമായിരുന്നു തനിക്ക് എന്നേക്കുമായി മറഞ്ഞിരിക്കാൻ കഴിയില്ല. ഒരു ദിവസം കൽപ്പന വീണ്ടും വന്നു. നിങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബത്തിന് മുന്നറിയിപ്പ് നൽകുക. ഇനി നിശബ്ദത കൈവെടിയാൻ തീരുമാനിച്ചു. മക്ക നിവാസികളെ വിളിച്ചുകൂട്ടി സഫ മലയുടെ താഴ്വാരത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഫയുടെ മുകളിലേക്ക് കയറി നിന്നു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, അല്ലയോ മക്ക നിവാസികളെ, ഈ മലയുടെ പിന്നിൽ ആക്രമിക്കാൻ തയ്യാറായി ഒരു സൈന്യം ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവരെല്ലാം ഒറ്റ സ്വരത്തിൽ മറുപടി പറഞ്ഞു, അതെ, നീ കള്ളം പറയുന്നത് ഞങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല. പിന്നീട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള ഒരു മുന്നറിയിപ്പുകാരനാണ്. നിങ്ങളുടെ വ്യാജ ദൈവങ്ങളെ ഉപേക്ഷിക്കുക, അവനെ മാത്രം ആരാധിക്കുക. വരാനിരിക്കുന്ന ശിക്ഷയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുക. എനിക്ക് നിങ്ങളിൽ നിന്ന് ഒന്നും വേണ്ടതില്ല. പണമില്ല, അധികാരമല്ല, നിങ്ങളുടെ രക്ഷ മാത്രം. പക്ഷേ അത് സ്വീകരിക്കുന്നതിന് പകരം അവർ ചിരിച്ചു, അവർ മന്ത്രിച്ചു, അവർ കോപിച്ചു. ഒരാൾ സ്വന്തം അമ്മാവൻ അബൂലഹബ് അലറി വിളിച്ചു, നീ നശിച്ചു പോകട്ടെ! ഇതിനായി നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയോ? അബൂലഹബ് കോപത്തോടെ നടന്നകന്നു. അന്നു മുതൽ അപമാനങ്ങൾ ആരംഭിച്ചു. ആ നിമിഷം മുതൽ ജീവിതം മാറി. അതുവരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നവർ, ആദരിച്ചിരുന്നവർ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. എന്തുകൊണ്ട്? അദ്ദേഹം അവരുടെ അധികാരത്തെയും വിഗ്രഹങ്ങളെയും ഗോത്രങ്ങളെയും അഹങ്കാരത്തെയും വെല്ലുവിളിച്ചതിന്. തെരുവുകളിൽ അവർ അദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങി. ഭ്രാന്തൻ, മാന്ത്രികൻ, കവി, നുണയൻ എന്നെല്ലാം. പക്ഷേ അധികം ആളുകൾക്ക് മനസ്സിന്റെ ഉള്ളിൽ മന്ത്രിച്ചിരുന്നു, മുഹമ്മദ് ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. അതിനാൽ ഖുറൈശി നേതാക്കൾ ഭയപ്പെട്ടു. അവർ ഒരു പുതിയ പദ്ധതി പരീക്ഷിച്ചു. മുഹമ്മദിന് ആവശ്യമുള്ളതെന്തും വാഗ്ദാനം ചെയ്യാം. പണം, സ്ത്രീകൾ, അധികാരം, എന്തും മുഹമ്മദിനെ സംസാരിക്കുന്നതിൽ നിന്ന് തടയണം. അവർ അവരുടെ ഏറ്റവും ആദരണീയനായ ഒരു പ്രമുഖനെ മുഹമ്മദിന്റെ അടുത്തേക്ക് അയച്ചു, ഉത്ബ ഇബ്നു റബീഅ. ഉത്ബ പറഞ്ഞു, അല്ലയോ മുഹമ്മദ്, നിനക്ക് സമ്പത്ത് വേണമെങ്കിൽ ഞങ്ങളുടെ പണം ഞങ്ങൾ നിനക്ക് തരാം. നിനക്ക് വിവാഹം വേണമെങ്കിൽ ഏറ്റവും സുന്ദരിയായ സ്ത്രീകളെ ഞങ്ങൾ നിനക്ക് തരാം. നിനക്ക് അധികാരം വേണമെങ്കിൽ നിന്നെ മക്കക്കാരുടെ നേതാവായി വാഴിക്കാം. പ്രവാചകൻ നിശബ്ദനായി ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പൂർത്തിയാക്കിയോ, ഓ അബൂവലി? ഉത്ബ തലയാട്ടി. അപ്പോൾ പ്രവാചകൻ ഖുർആനിൽ നിന്ന് ചില വാക്യങ്ങൾ ചൊല്ലി. സ്വന്തം വാക്കുകൾ അല്ല, മറിച്ച് അള്ളാഹുവിന്റെ വാക്കുകൾ. ആ വാക്യങ്ങൾ ഉത്ബയെ വിറപ്പിച്ചു. അദ്ദേഹം നിശബ്ദനായി നിന്നു, നടന്നകന്നു. തന്റെ ജനങ്ങളോട് പറഞ്ഞു, ഇത് കവിതയല്ല, ഇത് മാന്ത്രികമല്ല, അതിനപ്പുറം ശക്തിമത്തായ വാക്യങ്ങളാണ്. പക്ഷേ അവർ നിർത്തിയില്ല. അവർ മുഹമ്മദിനെ കൂടുതൽ ആക്രമിച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ അവർ അദ്ദേഹത്തിന്റെ മേൽ മണ്ണ് വാരിയെറിഞ്ഞു. അദ്ദേഹം തെരുവുകളിൽ നടക്കുമ്പോൾ അവർ പരിഹസിച്ചു. അദ്ദേഹം സുജൂദിൽ ആയിരിക്കുമ്പോൾ ഒട്ടകത്തിന്റെ കുടൽമാല പിരടിയിൽ വെച്ചു. അയൽക്കാർ അദ്ദേഹത്തിന്റെ വീട്ടുവാതിൽക്കൽ മാലിന്യം എറിഞ്ഞു. കുട്ടികളെ അദ്ദേഹത്തെ അപമാനിക്കാൻ പഠിപ്പിച്ചു. പക്ഷേ അദ്ദേഹം ഒരിക്കലും തിരിച്ചടിച്ചില്ല, ഒരിക്കലും നിലവിളിച്ചില്ല, ഒരിക്കലും ശപിച്ചില്ല. സ്വയം വൃത്തിയാക്കുക മാത്രം ചെയ്തു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഖുറൈശികൾക്ക് പ്രവാചകനെ നേരിട്ട് തൊടാൻ കഴിയില്ലെന്ന് അറിയാമായിരുന്നു. കാരണം മുഹമ്മദിന്റെ കുടുംബം ബനു ഹാഷിം അദ്ദേഹത്തെ സംരക്ഷിച്ചിരുന്നു. അതിനാൽ അവർ
അദ്ദേഹത്തിന്റെ അനുയായികളെ ആക്രമിക്കാൻ തുടങ്ങി, പ്രത്യേകിച്ച് ദരിദ്രരും ദുർബലരുമായവരെ. ഇസ്ലാം സ്വീകരിച്ച കറുത്തവർഗക്കാരനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ അവർ പീഡിപ്പിച്ചു. കത്തുന്ന വെയിലിൽ നിലത്ത് കെട്ടിയിട്ടു, നെഞ്ചിൽ കനത്ത കല്ലുകൾ വെച്ചു, ചാട്ടവാർ കൊണ്ടടിച്ചു. പക്ഷേ ബിലാൽ അഹദ് അഹദ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു ഏകനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവർ സുമയ്യ റളിയല്ലാഹു അൻഹയെ കൊലപ്പെടുത്തി. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി. വിശ്വാസം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ച ഒരു സ്ത്രീ ഭർത്താവിന്റെയും മകന്റെയും മുന്നിൽ വെച്ച് അവർ അവളെ കുത്തിമലർത്തി. അവരുടെ ഭർത്താവായ യാസിർ റളിയല്ലാഹു അൻഹുവിനെ വേദനയോടെ മരിക്കുന്നതുവരെ അവർ പീഡിപ്പിച്ചു. അവർ അവരുടെ മകൻ അമ്മാറിനെ കെട്ടിയിട്ടു, അവനെ അടിച്ചു. പ്രവാചകനെതിരെ വാക്കുകൾ പറയാൻ അവനെ നിർബന്ധിച്ചു. പിന്നീട് പ്രവാചകൻ അവനെ ആശ്വസിപ്പിച്ചു. അവർ വിരമിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തന്നെ മടങ്ങുക. എന്നിട്ടും പ്രവാചകൻ എല്ലാ ദിവസവും സംസാരിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം കാരുണ്യത്തെയും ക്ഷമയെയും സത്യത്തെയും കുറിച്ച് സംസാരിച്ചു. പക്ഷേ പ്രയാസങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. വിശ്വസിച്ചവർ ഇസ്ലാം രഹസ്യമായി സൂക്ഷിച്ചു. ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ ഭയപ്പെട്ടു. എന്നാൽ പ്രവാചകൻ പറഞ്ഞു, ഒരു യൗവനയുക്തയായ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് സൻആയിൽ നിന്ന് ഹളറമൗത്ത് വരെ യാത്ര ചെയ്യുന്ന ഒരു കാലം വരും. അവർ അല്ലാഹുവിനെയല്ലാതെ മറ്റാരെയും ഭയപ്പെടില്ല. എന്നാൽ നിങ്ങൾ തിരക്ക് കൂട്ടുന്ന ആളുകളാണ്. അദ്ദേഹം അവരിൽ വിശ്വാസം വളർത്തുകയായിരുന്നു. സൈന്യത്തെയല്ല, അദ്ദേഹം ക്ഷമ കൽപ്പിക്കുകയായിരുന്നു. കലാപമല്ല, തന്റെ ദൗത്യത്തിന്റെ അടുത്ത ഘട്ടം ആരംഭിക്കാൻ അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. മക്കയിലെ തെരുവുകൾ കൂടുതൽ കഠിനമായി അനുഭവപ്പെടാൻ തുടങ്ങി. പ്രവാചകനെയും അനുയായികളെയും ദിനംപ്രതി നിരീക്ഷിക്കുകയും അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. ആളുകൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ ഭയപ്പെട്ടു. ചിലർ തങ്ങളുടെ വിശ്വാസം മറച്ചുവെച്ചു. ചിലർ കള്ളം പറയാൻ നിർബന്ധിതരായി. യാസിർ, സുമയ്യ എന്നിവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ബിലാൽ, അമ്മാർ എന്നിവർ സങ്കൽപ്പിക്കാവുന്നതിലും അപ്പുറമുള്ള വേദന അനുഭവിച്ചു. എന്നിട്ടും പ്രവാചകൻ തുടർന്നു. എല്ലാ ദിവസവും ഓരോ വ്യക്തിയായി, ഓരോ വാക്കായി ഇസ്ലാം പതുക്കെ വളർന്നുകൊണ്ടിരുന്നു. ഖുറൈശി നേതാക്കൾക്ക് ഭയം വർദ്ധിച്ചു. അവർ അദ്ദേഹത്തിന്റെ അനുയായികളെ പീഡിപ്പിച്ചു. അവർ അദ്ദേഹത്തിന് പണവും അധികാരവും സ്ത്രീകളും വാഗ്ദാനം ചെയ്തു. എന്നിട്ടും ആളുകൾ അദ്ദേഹത്തോടൊപ്പം ചേർന്നുകൊണ്ടിരുന്നു. പ്രവാചകൻ ഭയപ്പെട്ടില്ല. അദ്ദേഹം അനുചരന്മാരുമായി ഒത്തുചേർന്നു. പരസ്യമായി ഖുർആൻ പാരായണം ചെയ്തു. ആളുകളെ സത്യത്തിലേക്ക് വിളിച്ചു. നേരിട്ട് വ്യക്തമായി ഭയമില്ലാതെ. ഖുർആനിന്റെ വാക്കുകൾ ശക്തമായിരുന്നു. മുഹമ്മദിനെ വെറുക്കുന്ന ആളുകൾ രാത്രിയിൽ ഒളിഞ്ഞു നോക്കുമായിരുന്നു. അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ വേണ്ടി മാത്രം. ഒരാൾ പറഞ്ഞു, ഞാൻ മറ്റെന്തിനേക്കാളും മുഹമ്മദിനെ വെറുത്തു. പക്ഷേ അദ്ദേഹത്തിന്റെ അധരങ്ങളിൽ നിന്ന് ഖുർആൻ കേട്ടപ്പോൾ ഞാൻ കരഞ്ഞു. പിന്നെ ഞാൻ വിശ്വസിച്ചു. പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കണമെന്ന് ഖുറൈശികൾ മനസ്സിലാക്കി. പ്രവാചകനെ പുതിയൊരു രീതിയിൽ ആക്രമിക്കാൻ അവർ തീരുമാനിച്ചു. വാളുകൾ കൊണ്ടല്ല, വാക്കുകൾ കൊണ്ടല്ല, പട്ടിണി, ഒറ്റപ്പെടുത്തൽ എന്നിവയിലൂടെ. നിശബ്ദമായി അവർ ഒരു രഹസ്യ രേഖ ഉണ്ടാക്കി. മുഹമ്മദിന്റെ കുടുംബവുമായി ആരും വ്യാപാരം നടത്തരുത്. ആരും അവരെ വിവാഹം കഴിക്കരുത്. ആരും അവരോട് സംസാരിക്കരുത്. ആരും അവരെ ഒരു തരത്തിലും സഹായിക്കരുത്. കരാറിൽ ഒപ്പിട്ടു, മുദ്രവെച്ചു, കഅബാലയത്തിനുള്ളിൽ തൂക്കിയിട്ടു. അതുപോലെ പ്രവാചകൻ ഉൾപ്പെടെ ബനു ഹാഷിം കുടുംബം മുഴുവനും നഗരത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു. മക്ക വിട്ട് ഷേബു അബി താലിബ്
എന്നറിയപ്പെടുന്ന ഒരു ചെറിയ വരണ്ട താഴ്വരയിൽ താമസിക്കാൻ അവർ നിർബന്ധിതരായി. ഭക്ഷണമോ വെള്ളമോ സഹായമോ ഇല്ലാതെ നീണ്ട 3 വർഷങ്ങൾ മുസ്ലിങ്ങൾ നിശബ്ദമായി പീഡിപ്പിക്കപ്പെട്ടു. അവർക്ക് ഭക്ഷണമില്ലായിരുന്നു. കുട്ടികൾ വിശന്ന് കരഞ്ഞു. വിശന്നപ്പോൾ ഇലകൾ ഭക്ഷിച്ചു. ഉണങ്ങിയ തുകൽ ചവച്ചരച്ചു. രാത്രിയിൽ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ താഴ്വരയിൽ മുഴങ്ങി. പ്രവാചകൻ ഇതെല്ലാം കണ്ടു. ഓരോ കരച്ചിലും അവൻ അനുഭവിച്ചു. ഓരോ വയറുവേദനയും അവൻ കേട്ടു. എന്നിട്ടും മുഹമ്മദ് തളർന്നില്ല. അവൻ ആളുകളെ ആശ്വസിപ്പിച്ചു. അവൻ അവരെ പ്രാർത്ഥനയിൽ നയിച്ചു. അവൻ അവരെ ഓർമ്മിപ്പിച്ചു, പ്രയാസങ്ങൾക്കൊപ്പം ആശ്വാസവും വന്നെത്തും. പുറത്തു നിന്നുള്ള ചില നല്ല മനുഷ്യർ രഹസ്യമായി ഭക്ഷണം അയക്കാൻ ശ്രമിച്ചു. അത് സഞ്ചികളിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്നു. ജീവൻ പണയപ്പെടുത്തി സഹായിച്ചു. എന്നാൽ മക്കയിലെ ഭൂരിഭാഗവും നിശബ്ദരായി നോക്കി നിന്നു. 3 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ആ അത്ഭുതം സംഭവിച്ചു. ഖുറൈശി പ്രമുഖനായ മുത്തീം ഇബ്നു അലി എന്നയാൾ ബഹിഷ്കരണം അതിരുകടന്നതായി അറിയിച്ചു. അദ്ദേഹവും മറ്റു ചിലരും കഅബയിലേക്ക് കടന്നുവന്ന് പറഞ്ഞു, ഇത് ക്രൂരതയാണ്, ഈ കരാർ നശിപ്പിക്കണം. പക്ഷേ അവർ രേഖ നീക്കം ചെയ്യാൻ പോയപ്പോൾ അവർ കണ്ടത് അത് പ്രാണികൾ തിന്നുകഴിഞ്ഞിരുന്നു. ഒരു വരി മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ: അല്ലാഹുവിന്റെ നാമത്തിലുള്ള വാക്കുകൾ. ഇത് യാദൃച്ഛികമല്ല, അതൊരു അടയാളമായിരുന്നു. അങ്ങനെ ബഹിഷ്കരണം അവസാനിപ്പിച്ചു. മുസ്ലിങ്ങൾ മക്കയിലേക്ക് മടങ്ങി. പക്ഷേ പ്രയാസങ്ങൾ അവസാനിച്ചില്ല. അതിലും മോശമായ ഒന്ന് സംഭവിക്കാൻ പോകുകയായിരുന്നു. മക്കയിലേക്ക് മടങ്ങിയ ഉടൻ തന്നെ പ്രവാചകന് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ 2 പിന്തുണക്കാരെ നഷ്ടപ്പെട്ടു. ആദ്യം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട രക്ഷിതാവ് അബൂ താലിബ്. അദ്ദേഹത്തെ വളർത്തിയ, സംരക്ഷിച്ച ലോകം അദ്ദേഹത്തെ ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തോടൊപ്പം നിന്ന മനുഷ്യൻ രോഗിയായി. പ്രവാചകൻ ആ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിന്റെ അരികിൽ ഇരുന്നു. അദ്ദേഹം മന്ത്രിച്ചു, അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവവുമില്ലെന്ന് ഒരു വാക്ക് മാത്രം പറയൂ. ന്യായവിധി ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. എന്നാൽ അബൂ താലിബ് തന്റെ ചുറ്റുമുള്ള ആളുകളെ നോക്കി. ഖുറൈശി നേതാക്കൾ നോക്കിക്കൊണ്ടിരുന്നു. അവർ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു. ഒടുവിൽ അബൂ താലിബ് പറഞ്ഞു, എന്റെ പൂർവികരുടെ മതത്തിൽ ഞാൻ മരിക്കുന്നു. പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹത്തിന് തന്റെ രക്ഷാധികാരിയെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു സംരക്ഷണവുമില്ല. ദിവസങ്ങൾക്ക് ശേഷം 2ാമത്തെ മരണവും വന്നെത്തി. ആദ്യ വിശ്വാസി, താൻ കരഞ്ഞിരുന്നപ്പോൾ ആശ്വാസം നൽകിയ സ്ത്രീ, ലോകം തന്നെ വെറുത്തപ്പോൾ സ്നേഹം നൽകിയ ഭാര്യ, തന്റെ സ്നേഹനിധിയായ സഹധർമ്മിണി ഖദീജ. ബഹിഷ്കരണ സമയത്ത് മരുഭൂമിയിലെ ജീവിതം ഖദീജയെ തളർത്തിയിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി അവർ തനിക്കുള്ളതെല്ലാം നൽകിയിരുന്നു. വർഷങ്ങളോളം അവൾ പ്രവാചകന് തണലായി നിന്നു. പക്ഷേ ഇപ്പോൾ അവളുടെ സമയം വന്നിരിക്കുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ നിശബ്ദമായി അന്ത്യയാത്രയായി. പ്രവാചകൻ അവളുടെ ഖബറിനടുത്തിരുന്നു. അദ്ദേഹം നിലവിളിച്ചില്ല. അദ്ദേഹം തകർന്നില്ല. ഒന്നിനു പിറകെ ഒന്നായി 2 മരണങ്ങൾ. പ്രയാസങ്ങൾക്കിടയിൽ പ്രവാചകൻ ഒറ്റപ്പെട്ടുപോയ സന്ദർഭം. ഭാര്യയില്ല, സംരക്ഷകനില്ല, സുരക്ഷയുമില്ല. ഈ വർഷമാണ് പ്രവാചക ജീവിതത്തിൽ ആം അൽ ഹുസ്ന്, ദുഃഖത്തിന്റെ വർഷം എന്നറിയപ്പെട്ടത്. പക്ഷേ തന്റെ അഗാധമായ ദുഃഖത്തിലും പ്രവാചകൻ മുന്നോട്ടുപോയി. അദ്ദേഹം പിന്മാറിയില്ല. അദ്ദേഹം തുടർന്നുകൊണ്ടിരുന്നു. സത്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഒരു ദിവസം അദ്ദേഹം ഒരു പുതിയ നഗരത്തിലേക്ക് നടന്നു. മക്കയിൽ അദ്ദേഹത്തിന് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. നേതാക്കൾ കൂടുതൽ അക്രമാസക്തരായിരിക്കുന്നു. തന്റെ അനുയായികൾ
പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനാൽ അദ്ദേഹം കരുതി, ഒരുപക്ഷെ മറ്റൊരു നഗരത്തിൽ ആളുകൾ തന്നെ സ്വീകരിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫ് നഗരം ലക്ഷ്യമാക്കി നടന്നു. മക്കയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെ. കാൽനടയായി. ഒട്ടകമില്ല, ദാസനുമില്ല, ജനക്കൂട്ടമില്ല. സയ്യിദ് എന്ന കൂട്ടുകാരനോടൊപ്പം അദ്ദേഹം തായിഫിലെ നേതാക്കളെ കണ്ട് ഇസ്ലാമിന്റെ സന്ദേശം അറിയിച്ചു. പക്ഷേ അവർ അദ്ദേഹത്തെ പരിഹസിച്ചു. അവർ കുട്ടികളെ തെരുവുകളിലേക്ക് അയച്ചു, അദ്ദേഹത്തിന് നേരെ കല്ലെറിയാൻ. ശരീരത്തിൽ രക്തം വാർന്നു, ചെരുപ്പുകൾ രക്തമയമായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പൂന്തോട്ടത്തിലേക്ക് ഓടിക്കയറി. ഒരു മരത്തിനടിയിൽ മറഞ്ഞിരുന്നു. കണ്ണുനീർ, മുറിവേറ്റ മുഖം. എന്നിട്ടും അദ്ദേഹം കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഒരു പ്രാർത്ഥന, വളരെ ശക്തമായത്, സ്നേഹത്തോടെ, വേദനയോടെ. ഓ അല്ലാഹ്, എന്റെ ബലഹീനതയെക്കുറിച്ചും പിന്തുണ ഇല്ലായ്മയെക്കുറിച്ചും ഞാൻ നിന്നോട് പരാതിപ്പെടുന്നു. ജനങ്ങളുടെ കണ്ണിൽ ഞാൻ എത്ര താഴ്ന്നവനാണെന്നും നീയാണ് ഏറ്റവും കരുണയുള്ളവൻ. നീയാണ് ദുർബലരുടെ രക്ഷകൻ. നീ എന്നോട് കോപിച്ചില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ഞാൻ നിന്റെ കാരുണ്യം ചോദിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജനതയിൽ നിന്ന് ഏറ്റവും പ്രയാസം സഹിച്ച നിമിഷത്തിലും ജനങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ടില്ല. അദ്ദേഹം അല്ലാഹുവിനോട് മാത്രം ചോദിച്ചു, അല്ലാഹുവേ, നീ എന്നോട് കോപിച്ചുവോ? അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏക ഭയം. നീ എന്നോട് കോപിച്ചില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ആ നിമിഷം സ്വർഗത്തിൽ നിന്നുള്ള ഒരു സമ്മാനം എത്തി. അല്ലാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. വാക്കുകളിലൂടെയല്ല, ഒരു അത്ഭുതത്തിലൂടെ. ഭൂമിയിൽ ഇന്നേ വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത ഒന്ന് ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കും എന്ന വാഗ്ദാനം. ഭാഗം 3. രാത്രിയാത്ര. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിന് പുറത്തുള്ള ഒരു മരത്തിനടിയിൽ ഇരിക്കുകയായിരുന്നു. ശരീരം രക്തം വാർന്നുകൊണ്ടിരുന്നു. ഹൃദയം തകർന്നിരുന്നു. ഖദീജയെ നഷ്ടപ്പെട്ടു, അബൂതാലിബിനെ നഷ്ടപ്പെട്ടു. പ്രതീക്ഷയോടെ ഒരു പുതിയ നഗരത്തിലേക്ക് നടന്നു. ഇപ്പോൾ അവരും ഉപദ്രവിച്ചിരിക്കുന്നു. എന്നിട്ടും ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പറഞ്ഞു, നീ എന്നോട് കോപിച്ചില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ആ നിമിഷം സ്വർഗത്തിൽ നിന്നുള്ള ഒരു സമ്മാനം എത്തി. ഭൂമിയിൽ ഇന്നേ വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത ഒന്ന് ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കും എന്ന വാഗ്ദാനം. ഒരു രാത്രി പ്രവാചകൻ മക്കയിലെ കഅബാലയത്തിന് സമീപം വിശ്രമിക്കുമ്പോൾ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ഒന്ന് സംഭവിച്ചു. ഒരു ദൂതൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. ആദ്യത്തെ വെളിപാട് കൊണ്ടുവന്ന അതേ ദൂതൻ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീലിന്റെ കൂടെ ഒരു വെളുത്ത മൃഗവും ഉണ്ടായിരുന്നു. കുതിരയേക്കാൾ ചെറുത്, കഴുതയേക്കാൾ വലുത്, ചിറകുകളുള്ളത്. അതിന്റെ പേര് ബുറാഖ് എന്നായിരുന്നു. ബുറാഖിൽ കയറാൻ പ്രവാചകനെ ക്ഷണിച്ചു. ഒരു നിമിഷത്തിനുള്ളിൽ അത് അൽ ഖുദ്സ്, ഇന്ന് ജെറുസലേം എന്നറിയപ്പെടുന്ന ഒരു പുണ്യസ്ഥലത്ത് നിർത്തി. മസ്ജിദുൽ അഖ്സ നിലനിന്നിരുന്ന സ്ഥലം. വീണ്ടും അത്ഭുതം. അദ്ദേഹം പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു കൂട്ടം ആളുകൾ കാത്തിരിക്കുന്നത് കണ്ടു. ഇവർ സാധാരണക്കാരല്ലായിരുന്നു. അവർ മുൻകാല പ്രവാചകന്മാരായിരുന്ന ഇബ്രാഹിം, മൂസ, ഈസ, യൂസുഫ്, നോഹ്, ദാവൂദ് അലൈഹിമുസ്സലാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ ക്ഷണിച്ചു. എല്ലാ പ്രവാചകന്മാരെയും നയിച്ച അവസാനത്തെ പ്രവാചകനായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു അടയാളമായിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരുടെ നേതാവ്, പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണി. പക്ഷേ യാത്ര അവിടെ അവസാനിച്ചില്ല. പ്രാർത്ഥനയ്ക്ക് ശേഷം ജിബ്രീൽ പ്രവാചകനെ മുകളിലേക്ക് കൊണ്ടുപോയി. ആകാശലോകങ്ങളിലേക്ക്. ഒരു സ്വപ്നത്തിലല്ല, മനസ്സിലുമല്ല.
ശരീരത്തോടെ. ഇത് മിഅ്റാജ് ആയിരുന്നു, സ്വർഗാരോഹണം. അദ്ദേഹം ഒന്നാം ആകാശത്തിലൂടെ കടന്നുപോയി. രണ്ടാമത്തത്, മൂന്നാമത്തത്, അങ്ങനെ ഏഴാമത്തത് വരെ. ഓരോ സ്വർഗത്തിലും അദ്ദേഹം വ്യത്യസ്ത പ്രവാചകന്മാരെ കണ്ടുമുട്ടി. അദ്ദേഹം മാലാഖമാരെയും അനുഗ്രഹങ്ങളെയും മനുഷ്യസങ്കല്പത്തിനപ്പുറമുള്ള പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെയും കണ്ടു. പാപങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്ന ആളുകളെയും കള്ളം പറഞ്ഞവരെയും വഞ്ചിച്ചവരെയും അഴിമതി പ്രവർത്തിച്ചവരെയും അദ്ദേഹം കണ്ടു. പിന്നീട് ജിബ്രീലിന് പോലും അള്ളാഹുവിൻ്റെ അനുമതിയില്ലാത്ത ഒരു സ്ഥലത്ത് എത്തി. ജിബ്രീൽ പറഞ്ഞു, എനിക്ക് ഇതിനപ്പുറം പോകാൻ കഴിയില്ല, പക്ഷേ നിങ്ങളെ അള്ളാഹു ക്ഷണിച്ചിരിക്കുന്നു. പ്രവാചകൻ തുടർന്നു, ഏറ്റവും വലിയ അതിർത്തിയിലെ ഏറ്റവും വലിയ വൃക്ഷത്തിലേക്ക് അദ്ദേഹം എത്തി. സിദ്റത്തുൽ മുൻതഹ. ഒരു സൃഷ്ടിയും ഈ സ്ഥലത്തിനപ്പുറം ഒരിക്കലും പോയിട്ടില്ല. ഇപ്പോൾ അള്ളാഹുവിൻ്റെ ദിവ്യസന്നിധിയിൽ. അവിടെ എന്താണ് കണ്ടതെന്ന് നമുക്കറിയില്ല, അത് എങ്ങനെയുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ഏതൊരു മനുഷ്യനും ഇതുവരെ നൽകിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബഹുമതി അതാണെന്ന് നമുക്കറിയാം. ആ പുണ്യനിമിഷത്തിൽ അള്ളാഹു പ്രവാചകന് ഒരു സമ്മാനം നൽകി, പ്രാർത്ഥനയുടെ സമ്മാനം. ആദ്യ കൽപ്പന ഒരു ദിവസം 50 നേരം നമസ്കാരം എന്നായിരുന്നു. പ്രവാചകൻ മടങ്ങി വരുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാമയെ കണ്ടുമുട്ടി. അദ്ദേഹം ചോദിച്ചു, അള്ളാഹു എന്താണ് കൽപ്പിച്ചത്? പ്രവാചകൻ പറഞ്ഞു, ഒരു ദിവസം 50 നേരത്തെ നമസ്കാരം. മൂസാ നബി മറുപടി പറഞ്ഞു, നിങ്ങളുടെ ജനത്തിന് അത് ചെയ്യാൻ കഴിയില്ല. ഞാൻ എൻ്റെ ജനതയുടെ കാര്യത്തിൽ ശ്രമിച്ചതാണ്, അവർക്ക് അത് നിർവഹിക്കാൻ സാധിച്ചിരുന്നില്ല. തിരികെ പോയി ഒരു ഇളവ് ചോദിക്കുക. അങ്ങനെ പ്രവാചകൻ അള്ളാഹുവിലേക്ക് മടങ്ങുകയും എണ്ണം കുറയ്ക്കുകയും ചെയ്തു. 50-ൽ നിന്ന് 45-ലേക്ക്, 40-ലേക്ക് എന്നിങ്ങനെ. അവസാനം അത് ഒരു ദിവസം 5 നമസ്കാരങ്ങളായി ചിട്ടപ്പെടുത്തി. അള്ളാഹു പറഞ്ഞു, അവ 5 എണ്ണമാണ്, പക്ഷേ 50-നുള്ള പ്രതിഫലം ഉണ്ടായിരിക്കും. തുടർന്ന് പ്രവാചകൻ ഭൂമിയിലേക്ക് മടങ്ങി. ആകാശലോകത്ത് നിന്ന് ജെറുസലമിലേക്ക്, ജെറുസലേമിൽ നിന്ന് തിരികെ മക്കയിലേക്കും, എല്ലാം ഒറ്റ രാത്രിയിൽ. പിറ്റേന്ന് രാവിലെ ഉണർന്നപ്പോൾ വീണ്ടും മക്കയിൽ. ജനം വീണ്ടും വിശ്വസിച്ചില്ല. അവർ ചിരിച്ചു, അവർ പരിഹസിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ ജെറുസലേമിലേക്ക് പോയി ഒരു രാത്രിയിൽ തിരിച്ചെത്തി. ആ യാത്ര നടത്താൻ ഞങ്ങൾക്ക് ആഴ്ചകൾ എടുക്കും. അദ്ദേഹത്തിൻ്റെ ചില അനുയായികൾ പോലും സംശയിച്ചു. പക്ഷേ ഒരാൾ, വിശ്വാസത്തിൽ ഏറ്റവും ശക്തനായവൻ, ഉടനെ എഴുന്നേറ്റു, അബൂബക്കർ. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് പറഞ്ഞെങ്കിൽ ഞാൻ അത് വിശ്വസിക്കുന്നു. അന്നു മുതൽ അദ്ദേഹത്തിന് പദവി ലഭിച്ചു, സിദ്ദീഖ്, സത്യസന്ധൻ. ഇസ്രാഇൻ്റെയും മിഅ്റാജിൻ്റെയും അത്ഭുതം ഒരു വഴിത്തിരിവായി. ഭൂമി അദ്ദേഹത്തിന് എതിരായിരുന്നപ്പോഴും സ്വർഗം അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ. എന്നിട്ടും മക്കയിലെ ജനങ്ങൾ അദ്ദേഹത്തെ നിരസിച്ചു. ഇപ്പോൾ പ്രവാചകൻ പുതിയ എന്തെങ്കിലും അന്വേഷിക്കുകയായിരുന്നു. ഒരു പുതിയ നാട്, ഒരു പുതിയ തുടക്കം, തൻ്റെ സന്ദേശം സമാധാനത്തോടെ വളരാൻ കഴിയുന്ന ഒരു സ്ഥലം. എല്ലാ വർഷവും അറേബ്യയിലെ ഗോത്രങ്ങൾ തീർത്ഥാടനത്തിനായി മക്കയിലേക്ക് വന്നു. ഒരു വർഷം ഹജ്ജ് കാലത്തിൽ പ്രവാചകൻ യത്രിബ് എന്ന പട്ടണത്തിൽ നിന്നുള്ള ഒരു ചെറിയ കൂട്ടം ആളുകളെ കണ്ടുമുട്ടി. അദ്ദേഹം അവരോട് ഇസ്ലാമിനെക്കുറിച്ച് സംസാരിച്ചു. അവർ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചു. വരാനിരിക്കുന്ന ഒരു പ്രവാചകനെക്കുറിച്ച് ഞങ്ങൾക്ക് കേട്ടിട്ടുണ്ട്. അവർ പറഞ്ഞു, ഒരുപക്ഷെ അത് നിങ്ങളായിരിക്കാം. അവർ വിശ്വസിച്ചു. അടുത്ത വർഷം കൂടുതൽ ആളുകളുമായി അവർ മടങ്ങിവരുമെന്ന് വാഗ്ദാനം ചെയ്തു. അവർ ചെയ്തു. അടുത്ത വർഷം 12 പേർ വന്നു. അവർ ഒരു കരാർ ചെയ്തു. ആദ്യത്തെ അഖബ ഉടമ്പടി. അള്ളാഹുവിൽ വിശ്വസിക്കുമെന്ന് പ്രതിജ്ഞ വെക്കുക, സത്യം പറയുക, പാപം ഒഴിവാക്കുക, പ്രവാചകനെ അനുസരിക്കുക,
പ്രവാചകൻ അവരുടെ അടുക്കൽ വന്നാൽ പിന്തുണക്കുക. അടുത്ത വർഷം അവർ വീണ്ടും വന്നു. ഇത്തവണ 73 പുരുഷന്മാരും 2 സ്ത്രീകളും. അവർ ഒരു പുതിയ പ്രതിജ്ഞ ചെയ്തു. രണ്ടാമത്തെ അഖബ ഉടമ്പടി. ഇത്തവണ അവർ വാഗ്ദാനം ചെയ്തു, സ്വന്തം കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതുപോലെ ഞങ്ങൾ പ്രവാചകനെയും സംരക്ഷിക്കും. അതൊരു പുതിയ തുടക്കമായിരുന്നു. പ്രവാചകനെ ഇപ്പോൾ ഒരു നാട് കാത്തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന ഒരു നഗരം. അവിടെ പ്രവാചകൻ സംരക്ഷിക്കപ്പെടും. എന്നാൽ അവിടേക്ക് ചുവടുമാറുന്നതിന് മുമ്പ് ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്യണമായിരുന്നു. കാരണം ഖുറൈശികൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അവർ അപകടകരമായ പലതും ആസൂത്രണം ചെയ്യുകയായിരുന്നു. പ്രവാചകൻ ഒരു പുതിയ താവളം കണ്ടെത്തിയെന്ന് അവർക്കറിയാമായിരുന്നു. മുഹമ്മദ് പോയാൽ അവർക്ക് എല്ലാം നഷ്ടപ്പെടും. അങ്ങനെ അവർ ഒന്നിച്ചു. അവർ ഒരു പദ്ധതി തയ്യാറാക്കി. എല്ലാം അവസാനിപ്പിക്കാനുള്ള ഒരു പദ്ധതി. പ്രവാചകൻ മുഹമ്മദ് നബിയെ കൊല്ലാനുള്ള ഒരു പദ്ധതി. ഭാഗം 4. ഹിജ്റ. യുദ്ധങ്ങൾ. വിജയം. ലോകത്തെ മാറ്റിമറിച്ച പൈതൃകം. ഖുറൈശികൾ എന്നേക്കുമായി ഭയന്നിരുന്നു. അവർ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചു, ഭീഷണിപ്പെടുത്തി, പട്ടിണിക്കിട്ടു, ആക്രമിച്ചു. എന്നാൽ ഇപ്പോൾ മുഹമ്മദ് ഒരു പുതിയ നഗരം കണ്ടെത്തിയിരിക്കുന്നു. ഒരു പുതിയ ജനത, ഒരു പുതിയ തുടക്കം. അവർക്കറിയാമായിരുന്നു, അദ്ദേഹം മക്ക വിട്ടുപോയാൽ അവർക്ക് എല്ലാം നഷ്ടപ്പെടുമെന്ന്. അങ്ങനെ അവർ ഒരു രഹസ്യ സഭയിൽ ഒത്തുകൂടി. ആ തിന്മ ആസൂത്രണം ചെയ്തു. നമുക്ക് മുഹമ്മദിനെ കൊല്ലാം. എല്ലാ ഗോത്രത്തിൽ നിന്നും ഒരു യുവാവിനെ തിരഞ്ഞെടുക്കാം. അവർ ഒരേ സമയം അവനെ ആക്രമിക്കും. അതിനാൽ ഒരു ഗോത്രത്തെയും കുറ്റപ്പെടുത്തില്ല. ഇതായിരുന്നു അന്തിമ തീരുമാനം. ആ രാത്രിയിൽ തന്നെ അവർ പ്രവാചകന്റെ ജീവിതം അവസാനിപ്പിക്കും. പക്ഷേ അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പ്രവാചകന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അദ്ദേഹം തന്റെ വിശ്വസ്തനായ കൂട്ടുകാരനായ അബൂബക്കറിലേക്ക് തിരിഞ്ഞു പറഞ്ഞു, ഞങ്ങൾക്ക് അനുമതി ലഭിച്ചു, സമയമായി. പ്രവാചകൻ തന്റെ വീട്, തന്റെ നഗരം, തന്റെ ജന്മസ്ഥലം എന്നിവ എന്നേക്കുമായി ഉപേക്ഷിക്കുന്ന നിമിഷമായിരുന്നു ഇത്. ഹിജ്റ, യഥ്രിബിലേക്കുള്ള പലായനം. പക്ഷേ ആദ്യം മക്ക നഗരത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടിയിരുന്നു. ആരും കാണാതെ ആ രാത്രിയിൽ ഖുറൈശികൾ പ്രവാചക ഭവനം വളഞ്ഞു. അവർ ഉറക്കത്തിൽ മുഹമ്മദിനെ കൊല്ലാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഇതിനകം അകത്ത് അലി ഇബ്നു അബീ താലിബിനെ തന്റെ കിടക്കയിൽ കിടത്തി. തന്റെ മേലങ്കി ധരിച്ച് പ്രവാചകൻ നിശബ്ദമായി ശത്രുക്കളെ കടന്ന് നടന്നു പുറത്തേക്ക് പോയിരുന്നു. അള്ളാഹു അവരുടെ കണ്ണുകൾ മറച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മക്ക നഗരം വിട്ടു യഥ്രിബിന്റെ എതിർദിശയിലേക്ക് നടന്നു. ഖുറൈശികളെ ആശയക്കുഴപ്പത്തിലാക്കാൻ അവർ സൗർ എന്ന ചെറിയ ഗുഹയിൽ ഒളിച്ചു. പർവ്വതത്തിന്റെ ഉയരത്തിൽ സൗർ ഗുഹയിൽ 3 ദിവസം അവർ ഒളിച്ചു പാർത്തു. ഖുറൈശികൾ എല്ലായിടത്തും തിരഞ്ഞു. ഒരു ഘട്ടത്തിൽ അവർ ഗുഹയുടെ പ്രവേശന കവാടത്തിൽ പോലും നിന്നു. അബൂബക്കർ മന്ത്രിച്ചു, അവർ താഴേക്ക് എങ്ങാനും ഒന്ന് നോക്കിയാൽ നമ്മളെ കാണും. പ്രവാചകൻ ശാന്തമായി പറഞ്ഞു, ഭയപ്പെടേണ്ട, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഗുഹാമുഖത്ത് ഒരു വല കെട്ടാൻ അള്ളാഹു ഒരു ചിലന്തിയെ അയച്ചു. ഒരു പ്രാവ് കൂടുണ്ടാക്കി മുട്ടയിട്ടു. ഖുറൈശികൾ ഗുഹയിലെത്തിയപ്പോൾ അവർ പറഞ്ഞു, ആരും അകത്തു കടക്കാൻ സാധ്യതയില്ല. ചിലന്തിവലയും മുട്ടകളും അതുപോലെ തന്നെയുണ്ട്. അവർ പോയി. അപകടം നീങ്ങിയ ശേഷം പ്രവാചകനും അബൂബക്കറും കത്തുന്ന മരുഭൂമിയിലൂടെ യാത്ര തുടർന്നു. വിശപ്പും ദാഹവും മരണസാധ്യതയും അഭിമുഖീകരിച്ചു. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ അവർ എത്തിയപ്പോൾ യഥ്രിബിലെ ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാ ദിവസവും വഴിയിലേക്ക് നോക്കി പുറത്തുനിന്നു.
നബിയെ കാണുമെന്ന പ്രതീക്ഷയിൽ. അവസാനം നബി വന്നപ്പോൾ നഗരം മുഴുവൻ ആർപ്പു വിളിച്ചു. അവർ പാട്ടുപാടി. ഉഹുദിന്റെ താഴ്വരയിൽ ചന്ദ്രൻ പ്രശോഭിതമായി. യദ്രിബ് ഇപ്പോൾ വെറും ഒരു നഗരമല്ല, അത് മദീനത്തുൻ നബിയായി. പ്രവാചകന്റെ നഗരം. 13 വർഷത്തിന്റെ ആദ്യമായി മുസ്ലിങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു. അവർ ഒരു പള്ളി പണിതു. ലളിതം ഈന്തപ്പനത്തടികളും മൺതടികളും കൊണ്ട്. അവിടെ വെളിച്ചവും ഐക്യവും നിറഞ്ഞു. പ്രവാചകൻ കുടിയേറ്റക്കാരായ മുഹാജിറുകൾക്കും നാട്ടുകാരായ അൻസാറുകൾക്കും ഇടയിൽ സാഹോദര്യം സൃഷ്ടിച്ചു. ജൂതഗോത്രങ്ങളുമായി ഉടമ്പടികളിൽ ഒപ്പുവച്ചു. എല്ലാ വിഭാഗം ആളുകൾക്കും അവകാശങ്ങൾ നൽകി. നീതി, സമത്വം, വിശ്വാസം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു സമാധാനപരമായ സമൂഹം കെട്ടിപ്പടുത്തു. എന്നാൽ ഖുറൈശികൾ ഇപ്പോൾ പരാജിതരായിരിക്കുന്നു. ഇസ്ലാമിനെയും പ്രവാചകനെയും അവർ വളരുന്നതിനു മുമ്പ് തന്നെ തകർക്കാൻ ശ്രമിച്ചു. ആദ്യത്തെ യുദ്ധം ബദർ. ഹിജ്റക്ക് 1 വർഷത്തിനു ശേഷം മദീനയെ ആക്രമിക്കാൻ ഖുറൈശികൾ ഒരു വലിയ സൈന്യത്തെ അയച്ചു. പ്രവാചകന്റെ കൂടെ 313 പുരുഷന്മാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേണ്ടത്ര സജ്ജരല്ല. 2 കുതിരകളും കുറച്ച് വാളുകളും മാത്രമേ ഉള്ളൂ. ഖുറൈശികൾക്ക് 1000 പുരുഷന്മാരുണ്ടായിരുന്നു. 100 കണക്കിന് കുതിരകളും കനത്ത കവചങ്ങളും. അല്ലാഹു അവരെ പിന്തുണക്കാൻ മലക്കുകളെ അയച്ചു. അവസാനം മുസ്ലിങ്ങൾ വിജയിച്ചു. ഖുറൈശികൾ അമ്പരന്നു. അവരുടെ നേതാക്കൾ കൊല്ലപ്പെട്ടു. അവരുടെ അഭിമാനം തകർന്നു. പക്ഷേ അവർ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ഉഹദ് യുദ്ധം. അടുത്ത വർഷം ഖുറൈശികൾ തിരിച്ചെത്തി. ഇത്തവണ 3000 സൈനികരുമായി. മദീനയെ പ്രതിരോധിക്കാൻ പ്രവാചകൻ 700 ഭടന്മാരെ ഒരുക്കി. ഉഹദ് എന്ന പർവ്വതത്തിൽ അമ്പെയ്ത്തുകാരെ നിർത്തി. അവർ യുദ്ധം ചെയ്തു. തുടക്കത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ചില വില്ലാളികൾ പ്രവാചകന്റെ കൽപ്പന ലംഘിച്ചു. യുദ്ധമുതലുകൾ ശേഖരിക്കാൻ അവർ തങ്ങളുടെ സ്ഥാനം ഉപേക്ഷിച്ചു. താഴേക്കിറങ്ങി. ഖുറൈശികൾ പിന്നിൽ നിന്ന് ആക്രമിച്ചു. മുസ്ലിങ്ങളെ പിന്നോട്ട് തള്ളി. പലരും പരിക്കേറ്റു. പലരും രക്തസാക്ഷികളായി. പ്രവാചകന് തന്നെ പരിക്കേറ്റു. അദ്ദേഹത്തിന്റെ പല്ല് പൊട്ടി. മുഖത്ത് രക്തം പടർന്നു. അതൊരു പാഠമായിരുന്നു. അനുസരണക്കേട് പരാജയം കൊണ്ടുവരുമെന്ന വേദനാജനകമായ ഓർമ്മപ്പെടുത്തൽ. ഖുറൈശികൾ വെറുതെയിരുന്നില്ല. അവർ വീണ്ടും മദീനയെ നശിപ്പിക്കാൻ 10,000 പേരെ ഒരുക്കി. മദീനക്കാർ 3000 മാത്രമായിരുന്നു. എന്നാൽ പ്രവാചകപക്ഷത്തിന്റെ തന്ത്രം വിജയിച്ചു. അവർ മദീനക്ക് ചുറ്റും കിടങ്ങുകൊഴിച്ചു. പേർഷ്യക്കാരനായ സൽമാൻ എന്ന സഹാബിയുടെ അഭിപ്രായമായിരുന്നു കിടങ്ങുകൊഴിക്കൽ. അറേബ്യയിൽ അജ്ഞാതമായ ഒരു തന്ത്രമായിരുന്നു അത്. ഖുറൈശികൾ എത്തിയപ്പോൾ അവർ സ്തബ്ധരായി. അവരുടെ കുതിരകൾക്ക് കിടങ്ങ് കടക്കാൻ കഴിഞ്ഞില്ല. അവർ ആഴ്ചകളോളം പരിശ്രമിച്ചു. പക്ഷേ ശക്തമായ ഒരു മരുക്കാറ്റിൽ അവരുടെ കൂടാരങ്ങൾ നിലംപൊത്തി. ഭയചകിതരായി അവർ ശ്രമം ഉപേക്ഷിച്ചു തിരിച്ചുപോയി. ഈ യുദ്ധം ഖന്തക് അല്ലെങ്കിൽ കിടങ്ങ് യുദ്ധം എന്നറിയപ്പെട്ടു. ഇപ്പോൾ മദീനയും ഇസ്ലാമും ശക്തി പ്രാപിച്ചു. താമസിയാതെ പ്രവാചകൻ മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. യുദ്ധത്തിനല്ല, സമാധാനത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 1400 അനുയായികളും ലളിതമായ വസ്ത്രങ്ങൾ ധരിച്ച് പോയി. ചെറിയ തീർത്ഥാടനമായ ഉംറ നിർവഹിക്കാൻ തയ്യാറായി മക്ക ലക്ഷ്യം വെച്ച് നീങ്ങി. എന്നാൽ ഖുറൈശികൾ അവരെ തടഞ്ഞു. പ്രവാചകൻ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഹുദൈബിയ എന്ന സ്ഥലത്ത് തമ്പടിച്ചു. ഖുറൈശികളും ചർച്ചയ്ക്ക് സന്നദ്ധരായി. ശേഷം ഇരുവിഭാഗവും ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. ഹുദൈബിയ ഉടമ്പടി. ചില അനുചരന്മാർ നിരാശരായി. അവർ മക്കയിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ പ്രവാചകൻ പറഞ്ഞു, ഇത് ഒരു വിജയമാണ്. പ്രവാചകൻ പറഞ്ഞത് ശരിയായി പുലർന്നു.
തുടർന്നുള്ള സമാധാന കാലത്തിൽ യുദ്ധത്തിന്റെ എല്ലാ വർഷങ്ങളിലും ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. ഇസ്ലാമിന്റെ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. ഹൃദയങ്ങൾ തുറക്കുകയായിരുന്നു. ഒടുവിൽ ഒരു ദിവസം വരെ ഖുറൈശികൾ കരാർ ലംഘിച്ചു. ഇപ്പോൾ സമയമായി. പ്രവാചകൻ 10,000 അനുയായികളെ ഒരുമിച്ചു. ഇതുവരെയുള്ള ഏറ്റവും വലിയ പ്രവാചകന്റെ സംഘം. അവർ മക്കയിലേക്ക് മാർച്ച് ചെയ്തു. ആക്രമിക്കാനല്ല, സത്യം പുനഃസ്ഥാപിക്കാൻ. അവർ നഗരത്തിൽ പ്രവേശിച്ചപ്പോൾ ഖുറൈശികൾ ഭയന്നു. എന്നാൽ പ്രതികാരത്തിനു പകരം പ്രവാചകൻ പറഞ്ഞു, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്. കരുണാവാൻ നബി കഴിഞ്ഞതെല്ലാം ക്ഷമിച്ചു. പ്രവാചകൻ കഅബയിലേക്ക് നടന്നു. അകത്ത് കടന്ന് 360 വിഗ്രഹങ്ങളും നീക്കം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, സത്യം പുലർന്നിരിക്കുന്നു, അസത്യം അപ്രത്യക്ഷമായിരിക്കുന്നു. പ്രവാചകൻ മക്കയിലെ ജനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നു? അവർ മറുപടി പറഞ്ഞു, നീ ഒരു മാന്യ സഹോദരനാണ്, മാന്യനായ ഒരു സഹോദരന്റെ മകനാണ്. പ്രവാചകൻ പറഞ്ഞു, എങ്കിൽ പോകൂ, നിങ്ങൾ സ്വതന്ത്രരാണ്. അന്ന് പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ച ആളുകൾ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. പ്രവാചകൻ അപമാനിക്കപ്പെടുകയും വേദനിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്ത നഗരത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ക്ഷമയുടെയും സ്ഥൈര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും വിജയം. അടുത്ത കുറച്ച് വർഷങ്ങളിൽ ഇസ്ലാം അറേബ്യയിലുടനീളം വ്യാപിച്ചു. സന്ദേശം സ്വീകരിക്കാൻ എല്ലാ ദിശകളിൽ നിന്നും ഗോത്രങ്ങൾ എത്തി. ഒരു ദിവസം പ്രവാചകന് ഒരു പുതിയ ഖുർആൻ സൂക്തം അവതരിച്ചു. ഇന്ന് ഞാൻ നിങ്ങളുടെ മതം നിങ്ങൾക്കായി പൂർത്തീകരിച്ചിരിക്കുന്നു. എന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ പൂർത്തീകരിച്ചു. ഇസ്ലാമിനെ നിങ്ങളുടെ ദീനായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. അത് അവസാന സന്ദേശം ആയിരുന്നു. താമസിയാതെ പ്രവാചകൻ രോഗബാധിതനായി. പനി വർദ്ധിച്ചു. ശരീരം ക്ഷീണിച്ചു. കഴിയുന്നത്രയും സമയം പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. പിന്നെ ആ വേഷം അബൂബക്കറിന് കൈമാറി. അവസാന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുറിയിലെ തിരശ്ശീല ഉയർത്തി. അനുയായികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് നോക്കി നിന്നു. എന്നിട്ട് പുഞ്ചിരിച്ചു. അതായിരുന്നു പ്രവാചകന്റെ അവസാന നിമിഷങ്ങൾ. താമസിയാതെ ഈ ഭൂമിയിൽ നടന്ന ഏറ്റവും മഹാനായ മനുഷ്യൻ തന്റെ യജമാനന്റെ അടുക്കലേക്ക് മടങ്ങി. ഭാര്യ ആയിഷയുടെ മുറിയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു. സ്വന്തം കൈകൊണ്ട് അദ്ദേഹം നിർമ്മിച്ച പള്ളിയുടെ അരികിൽ. മദീന നഗരം കരഞ്ഞു. ലോകത്തിന് അതിന്റെ വഴികാട്ടിയെ നഷ്ടപ്പെട്ടു. പക്ഷേ ആ വെളിച്ചം ഒരിക്കലും അണഞ്ഞില്ല. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങൾ. നബി അനാഥനായി ജനിച്ചു, പക്ഷേ ലോകത്തെ മാറ്റിമറിച്ചു. എല്ലാം നഷ്ടപ്പെട്ടു, പക്ഷേ ഒരിക്കലും തളർന്നില്ല. ശത്രുക്കളെ നശിപ്പിക്കാൻ കഴിയുമായിരുന്നപ്പോൾ അവരോട് ക്ഷമിച്ചു. യഥാർത്ഥ ശക്തി പ്രതികാരമല്ല, കാരുണ്യമാണ്. നബി പണമോ പ്രശസ്തിയോ ആഗ്രഹിച്ചില്ല. മറ്റുള്ളവരെ ഉയർത്താൻ ആഗ്രഹിച്ചു. പ്രാർത്ഥിക്കാനും ക്ഷമിക്കാനും നീതിക്ക് വേണ്ടി നിലകൊള്ളാനും ദരിദ്രരെ സേവിക്കാനും ആരും കേൾക്കാത്തപ്പോഴും സത്യം പറയാനും നമ്മെ പഠിപ്പിച്ചു. വേദനയും വഞ്ചനയും ഹൃദയവേദനയും നേരിട്ടപ്പോഴും പുഞ്ചിരിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ മഹാൻ ഈ ലോകം വിട്ടത് സ്വർണമില്ലാതെ, കൊട്ടാരമില്ലാതെ, സൈന്യമില്ലാതെ, വെളിച്ചത്തിന്റെ ഒരു പൈതൃകം മാത്രം ബാക്കി വെച്ച്. ഇതുവരെ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശക്തമായ കഥ കേട്ടതിന് നന്ദി. ഇത് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റുള്ളവരും ഇത് കേൾപ്പിക്കുക. അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.